ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇൻ്റഗ്രേഷൻ ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രവർത്തനം 6, മിഴിയുടെ പൂന്തോട്ടം. നിറം കൊടുക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിറം കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നിനും അനുയോജ്യമായ നിറങ്ങൾ നൽകിയിലേക്ക് പച്ച നിറം നൽകണം. പൂക്കൾക്ക് എന്താണ് ഇഷ്ടമുള്ള നിറം നൽകുക. അതുപോലെ മരങ്ങൾക്കൊക്കെ പച്ച നിറവും ഇവിടെ കൊമ്പിനൊക്കെ എന്താണ് നല്ല ഓരോ നിറവും നൽകി അനുയോജ്യമായ നിറങ്ങൾ നൽകി നിങ്ങൾ മനോഹരമാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം 7, മഴ വന്നു എന്നുള്ളതാണ് അല്ലേ. വരികൾ കൂട്ടിച്ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തന തന താന, തന തന താന, മഴ വന്നു, തന താന. നോക്കൂ, തന തന താന, തന തന താന. അപ്പൊ ഇവിടെ ആരുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് കൂട്ടുകാരെ? ആടാണല്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആട് നടന്നു, തന താന. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. തന തന താന എന്ന് എഴുതാം. ദെൻ തന തന താന. പിന്നെ ആരാ ഇവിടെ വരുന്നത്? ആമയും പുഴുവും ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ആമ വന്നു, തന തന താന, തന താന. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വരികൾ എഴുതുക. ഇനി നോക്കൂ, വലിയ പൂക്കൾ ചെറിയ പൂക്കൾ എന്നുള്ളതാണല്ലേ അടുത്ത പ്രവർത്തനം. വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ കുട്ടയിലേക്കും വരച്ച് യോജിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ നോക്കൂ, ചെമ്പരത്തി, മുല്ല, റോസ്, സൂര്യകാന്തി, തെച്ചി, താമര, ഇത്രയും പൂക്കൾ നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? താഴെ നമുക്ക് കുട്ടയും നൽകിയിട്ടുണ്ട്, വലിയ പൂക്കൾ ചെറിയ പൂക്കൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ചെമ്പരത്തി നോക്കൂ, ചെമ്പരത്തി എങ്ങോട്ടേക്കാണ് വരയ്ക്കുക? വലിയ പൂക്കൾ അല്ലേ. അപ്പം ചെമ്പരത്തി എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് വരച്ച് കൊടുക്കുക. ഓക്കെ, ദെൻ മുല്ല ചെറുതാണല്ലോ, അപ്പം ചെറിയ കുട്ടയിലേക്ക് വരച്ചു കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്നും വലിയ പൂവും ചെറിയ പൂവും നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ കുട്ടകളിലാക്കി കൊടുക്കുക. അപ്പം നിങ്ങൾ ചെറിയ പൂക്കളും വലിയ പൂക്കളും ഏതാണെന്ന് പഠിച്ചു വെക്കല്ലോ. ഓക്കെ, ദെൻ പറന്നു പറന്ന്, പറക്കുന്നവരെ കണ്ടെത്തൂ, വട്ടത്തിലാക്കൂ. അപ്പം ഇതിൽ പറക്കുന്നവർ ആരൊക്കെയാണുള്ളത്? യെസ്, നോക്കൂ, കാക്കയുണ്ട്, മയിലുണ്ട്, തത്തയുണ്ട്, പിന്നെയോ യെസ് ഒരു പക്ഷിയും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവയൊക്കെ എന്ത് ചെയ്യുക? വട്ടത്തിലാക്കുക. അതൊക്കെ കൂട്ടുകാർക്ക് എളുപ്പമല്ലേ. ഇനി എന്താണ്? വരയ്ക്കൂ, നിറം നൽകൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഴ കാഴ്ചകളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഴ പെയ്യുന്നതായിട്ട് വരയ്ക്കാം. ഇതിന് എന്തൊക്കെ വരയ്ക്കാം? നിങ്ങൾക്ക് റെയിൻബോ വരയ്ക്കാം. അപ്പോൾ മഴയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ കാണാൻ സാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരച്ച് ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനോഹരമായി വരച്ച് എന്ത് ചെയ്യണം? നിറം നൽകണമല്ലേ. ഇത് പ്രവർത്തനം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു പ്രവർത്തനമാണല്ലേ. അപ്പോൾ നാളത്തെ എക്സാമിന് ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. എല്ലാ കൂട്ടുകാർക്കും നന്നായി പരീക്ഷ എഴുതാൻ കഴിയട്ടെ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.